ആ എടാ നിഖിലെ, ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇന്റർനെറ്റ് കഫേ ഉള്ളതായിട്ട് നിനക്കറിയോ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള സ്ഥലത്ത് ആരെങ്കിലും കൊണ്ടുപോയി കഫേ ഇടുവളിയാ? ആര് ചെല്ലാൻ അങ്ങോട്ടൊക്കെ? ആ എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ കയ്യിലിരിക്കുന്ന സാധനം ഗൗതമിന് കൊടുക്ക്. ഇത് ഞാൻ കൊടുക്കുന്നത് ശരിയല്ല ചേച്ചി. ദേ ചേച്ചി എന്നെ കൊടുത്താൽ മതി. ഇതാ പിടിക്കേ. ഗൗതം, ഇതിനകത്തൊരു സാധനമുണ്ട്, ഒന്ന് എടുത്തു നോക്കി. ഈ ലാപ്ടോപ്പ് എവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടാനാ? ചേച്ചി വിളിച്ച് സിറ്റിയിലെ ഒരു ഷോപ്പിൽ ഏർപ്പാടാക്കി. ഞാനത് കളക്ട് ചെയ്തു. അളിയന് വേണ്ടി വാങ്ങിച്ചതാ. എന്തോന്നാ നിധി ഇത്? ഒന്നാമത് പൈസ ഇല്ലാത്ത സമയ, അമ്മയുടെ മാല പണയം വെച്ച പൈസയെ കയ്യിലിരിക്കുന്നത്. അതെടുത്ത് ഇങ്ങനെ പാഴാക്കി കളയണോ? നിഖിലേ, നീ ഇപ്പൊ തന്നെ ഇത് ആ കടയിൽ കൊണ്ട് തിരിച്ചു കൊടുക്ക്. എന്നിട്ട് കൊടുത്ത പണം എത്രയാന്ന് വെച്ചാൽ അത് തിരികെ വാങ്ങിക്കേ. എന്താ ഗൗതം ഇത് പറയുന്നതൊന്ന് മനസ്സിലാക്കും. ഇപ്പൊ ഒരു ജോലിക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കണമെങ്കിൽ പോലും കയ്യിലൊരു ലാപ്ടോപ്പ് വേണം. ഇത് ഗൗതമിന് വേണ്ടി ഞാൻ ആശിച്ചു വാങ്ങിയതാ. തിരിച്ചു കൊടുക്കാനൊന്നും നോക്കണ്ട. സാഹചര്യം അനുസരിച്ച് വേണം നിധി പെരുമാറാൻ. ഇപ്പോ പൈസ പാഴാക്കി കളയാനുള്ള അവസ്ഥയിലാണോ നമ്മള്? എന്താടാ നീ പറയുന്നത്? ഇതൊരു പാഴ്ചെലവാണെന്ന് ആരാ പറഞ്ഞ്? ആവശ്യമുള്ള കാര്യമല്ലേ അവള് വാങ്ങിയത്. നീ അതെടുത്ത് വെച്ച് എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യ ഗൗതം. അതല്ലമ്മേ, ഒരു രൂപ പോലും അനാവത്തായിട്ട് ചെലവഴിക്കാൻ പറ്റിയ സമയമല്ല ഇത്. അതിന് ഞാൻ പൈസ ചെലവാക്കി ആരാ പറഞ്ഞത്? ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ ഹസ്ബൻഡിന്റെ കടയാണ്. എന്നേരത്തി ഫ്രീ ആയിട്ട് തന്നൊന്നുമല്ല. ഇൻസ്റ്റാൾമെന്റില് ഒരു ലാപ്ടോപ്പ് വേണോന്ന് പറഞ്ഞു. ഒരു 3 മാസം കഴിഞ്ഞ് മാസാമാസം അടച്ചോളാന്ന് പറഞ്ഞപ്പോ അയാൾ സമ്മതിച്ചു. അതിനിപ്പോ എന്താ കുഴപ്പം? 3 മാസത്തിനകം എന്തെങ്കിലും ജോലി ആവുമല്ലോ. അപ്പോ പതുക്കെ അങ്ങ് അടച്ചു തീർത്താ പോരെ മോനെ. ദേ നോക്ക്, നിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു തരുന്ന ഇവളെ പോലൊരു ഭാര്യയെ കിട്ടിയതാ നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഇതേ ഒരിക്കലും ഒരു അനാവശ്യ ചെലവല്ല. നിധി പറയുന്ന പോലെ നമ്മുടെ ഒരു പുതിയ തുടക്കമാണെന്ന് കരുതിയാ മതി. നിന്റെ ഭാര്യ സ്നേഹത്തോടെ സന്തോഷത്തോടെ കരുതലോടെ വാങ്ങിത്തന്ന ഈ ലാപ്ടോപ്പേ നിന്റെ വിജയങ്ങളുടെ ഒരു വലിയ തുടക്കമാണെന്ന് വിചാരിച്ച് അങ്ങോട്ട് സ്വീകരിക്കണം മോനെ. അമ്മ പറഞ്ഞ പോലെ ഞാനിത് സ്വീകരിക്കാം. ഒരു പുതിയ തുടക്കത്തിനായി വലിയ ഉയരങ്ങളിലേക്കുള്ള യാത്രയുടെ തുടക്കം. ശിവാനി, രേണുകാനി, ശിവാനി. അവരിവിടെ ഇല്ല. അവരെവിടെ പോയി? നിന്റെ ഭാര്യയും അമ്മായി അമ്മയും എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്? അമ്മായിയമ്മയുടെ കാര്യം വിട്ടേക്ക്. ശിവാനി നിന്റെ ഭാര്യയല്ലേ? അവളുടെ കാര്യത്തിൽ നിനക്ക് ഒരു നിയന്ത്രണവും ഇല്ലേ? എങ്ങോട്ടെങ്കിലും പോകുമ്പോ എവിടെ പോകുന്നു എന്ന് നിന്നെ വിളിച്ചു പറയാനുള്ള മര്യാദയെങ്കിലും അവള് കാണിക്കണമായിരുന്നു. അവരെവിടെ പോയതാണെന്ന് ആന്റിക്ക് അറിയാമോ? മുഖത്ത് തേക്കാൻ ഒരൽപ്പം ടാൽക്കം പൗഡർ വാങ്ങിക്കാൻ കാശില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടന്നവരൊക്കെ അല്പൻ അർത്ഥം കിട്ടിയ ഭാവത്തില് മുഖം മിനുക്കാൻ ബ്യൂട്ടി പാർലറിൽ പോയേക്കുക. ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ പുറത്തേക്ക് പോകുന്ന വിവരം ശിവാനിക്ക് നിന്നെയൊന്ന് വിളിച്ചു പറയായിരുന്നല്ലോ, അല്ലേ? ഭാര്യയ്ക്കൊന്നും ബ്യൂട്ടി പാർലറിൽ പോണമെങ്കിൽ അതിന് ഭർത്താവിന്റെ അനുമതി വേണോ എന്നുള്ള പഴഞ്ചൻ ചിന്തയൊക്കെ ഒന്ന് കളയാൻറ്റി. ഇത് ജെൻസിയുടെ കാലവാ. അവളവളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ എന്ന്. ഒന്ന് നിന്നെ. ജെൻസിക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യമൊക്കെ നീ കൊടുത്തോ. പക്ഷേ ഇത് ഈശ്വരമംഗലം വീടാ. ഇവിടെ ഒരു വേലക്കാരിയെ വെച്ച വിവരം നീ അറിഞ്ഞായിരുന്നോ? ആ അറിഞ്ഞു കാണില്ല. എന്തിന്? ഈ കുടുംബത്തിലെ എല്ലാം തീരുമാനിച്ചിരുന്നവൾ ഞാനായിരുന്നു. ആ ഞാൻ പോലും അറിയാതെയാ
ശിവാനി ഒരു വേലക്കാരിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്. നീ വിവരം അറിഞ്ഞില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. എല്ലാം ശിവാനിയുടെ തന്നിഷ്ടത്തിന് വിടാനാണോ നിന്റെ തീരുമാനം?